എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് ഇരുനില വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തച്ചോട്ടാവ് കരിപ്പൂര് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 150 മീറ്റർ മാറി നമുക്കൊരു ഇരുനില വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. എൻ്റെ ബാക്കി കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീട് നിൽക്കുന്ന 3.5 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 ബെഡ്റൂം വരുന്നുണ്ട്, 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് നമുക്ക് 2 വലിയ കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയ വരുന്നുണ്ട്. വീട്ടിൽ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ വീട് ചെയ്തിരിക്കുന്ന വാസ്തുപ്രകാരമാണ് നമുക്ക് കിഴക്ക് ദർശനമാണ് വീട് വരുന്നത്. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ പോകാൻ 11 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്നും എയർപോർട്ട് പോകാൻ 15 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 62 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീട് നിൽക്കുന്ന നമുക്കൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് വീട് വരുന്നത്. ഏകദേശപ്പെട്ട വീടൊക്കെ നമുക്കിവിടെ സെയിലായിട്ടുണ്ട്. ഈ വീട്ടിലോട്ട് വരുന്ന റോഡ് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് നമുക്കൊരു 150 മീറ്റർ നമുക്ക് വീട്ടിലോട്ടുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ബസ് സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് 150 മീറ്ററാണ് വരുന്നത്. വീട്ടിലോട്ട് വരുന്ന റോഡ് ഫുള്ളും നമുക്ക് ടാർ ചെയ്തിട്ടുണ്ട്. 2 കാർ വരെ ഒരുമിച്ച് പോകാൻ പറ്റിയ റോഡാണ് വരുന്നത്. നമുക്ക് 5 മീറ്ററാണ് റോഡിൻ്റെ വീതി വന്നിട്ട്. ഈ വീട് നിൽക്കുന്ന കരഭൂമിയിലാണ്, നല്ല നിരന്ന ഫ്ലോട്ടിലാണ് വീടിരിക്കുന്നത്. ഈ വീട് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഡിസൈനിലാണ് വീട് ചെയ്തിട്ടുള്ളത്. നല്ലൊരു വർക്ക് എടുത്തൊരു വീടാണ്. ഈ കാണുന്ന വില്ലയ്ക്കകത്ത് പച്ചക്കറി ആയിരുന്നാലും ഫിഷ് ആയിരുന്നാലും പാലായിരുന്നാലും പത്രമായിരുന്നാലും എല്ലാം തന്നെ നമുക്ക് ഈ വില്ലയ്ക്കകത്ത് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് എടുക്കാൻ വേണ്ടി 2 ആഴ്ചയിലൊരിക്കൽ ഹരിതസേന, നമ്മുടെ കേരള സർക്കാരിൻ്റെ ഹരിതസേനയുടെ വേസ്റ്റ് എടുക്കാൻ ആൾ വരുന്നുണ്ട്. ഈ വില്ലയ്ക്കകത്ത് ഫുഡ് വേസ്റ്റ് എടുക്കാൻ 2 ദിവസത്തെ ഒരിക്കൽ ആൾ വരുന്നുണ്ട്. ഈ കാണുന്ന വില്ലയ്ക്കകത്തുള്ള എല്ലാ വീട്ടിലും ആൾതാമസം ആയോടെ തന്നെ നമുക്ക് അങ്ങനെ വരുന്നുണ്ട്. ഫുഡ് വേസ്റ്റ് കൊണ്ട് കളയാനോ ഒന്നും നമുക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാം തന്നെ നമുക്ക് വീട്ടിൽ വന്ന് കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ടിൽ നമുക്ക് 2 ഗേറ്റാണ് വരുന്നത്. ഒരു സ്ലൈഡിംഗ് ഗേറ്റും വരുന്നുണ്ട്, നമ്മുടെ ഒരു നോർമൽ ഗേറ്റും വരുന്നുണ്ട്. മുറ്റത്ത് നമുക്ക് ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത്. മുറ്റത്ത് നമുക്ക് ഗാർഡൻ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് വരുന്നുണ്ട്. മുറ്റത്താണ് കിണർ വരുന്നത്. ഈ വീട് ചെയ്തിട്ടുള്ള വാസ്തു പ്രകാരമാണ് കിഴക്ക് ദർശനമാണ് വരുന്നത്. വീടിനോട് ചേർന്നൊരു കാർ പോർച്ച് വരുന്നുണ്ട്. നമുക്ക് വലിയൊരു കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. ഈ കാണുന്ന ഒരു സ്പേസിൽ നമുക്ക് വലിയൊരു ഇന്നോവ കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയ വരുന്നുണ്ട്. അങ്ങനെ നമുക്കിവിടെ 2 കാർ വരെ ഇടാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. ഫ്രണ്ടിൽ വുഡൊക്കെ വന്നിട്ട് നമുക്ക് പ്ലാവാണ് വരുന്നത്. ഫുൾ പോളിഷ്, ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിൽ 3 ബെഡ്റൂം വരുന്നുണ്ട്, 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഈ വീട്ടിൽ നമുക്ക് കിച്ചണും വരുന്നുണ്ട്, വർക്ക് ഏരിയയും വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ഗ്ലാഡിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്ലാഡിംഗ് വർക്ക് നമുക്ക് ടെയിലാണ് ഗ്ലാഡിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമുക്ക് സിറ്റ് ഔട്ട്. അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ടിൽ 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റാണ് വരുന്നത്. ഇവിടെ സ്പോൾ ലൈറ്റ് വരുന്നുണ്ട്. നമ്മുടെ കാർ പോർച്ചിൽ നമുക്ക് 4 സീലിംഗ് വെച്ചിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടാണ് 4 സീലിംഗ് വെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ഈ കാണുന്നതിന് നമ്മുടെ ഫ്രണ്ടിലെ ഡോർ വന്നിട്ട് ഡോർ നമുക്ക് പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊത്തു വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ടെയിൽ വന്നിട്ട് 4x2 ടെയിലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. ഹാളും ഡൈനിങ് സെക്ഷനും നമുക്ക് സെപ്പറേറ്റ് ആണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഹാൾ. അത്യാവശ്യം വലിയൊരു ഹാളാണ് വരുന്നത്. TV യൂണിറ്റോട് ചേർന്നൊരു ഹാളാണ്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ഹാളിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക് ഫാൻ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ TV യൂണിറ്റിൻ്റെ ഏരിയ വന്നിട്ട്. നമുക്ക് വലിയൊരു TV, എത്ര ഇഞ്ച് TV ആണോ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റ് ഏരിയയാണ് വരുന്നത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൽ സ്റ്റോറേജും വരുന്നുണ്ട്. അകത്തെ കളറൊക്കെ വന്നിട്ട് നമുക്ക് നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ വന്നിട്ട്. വലിയൊരു ഡൈനിങ് സെക്ഷൻ്റെ ഏരിയയാണ് വരുന്നത്. ഇവിടെ നമുക്ക് വാഷ് ബേസ് കൗണ്ടറും വരുന്നുണ്ട്. സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന് സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വന്നിട്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 1 ബെഡ്റൂമാണ് വരുന്നത്. സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമും വരുന്നുണ്ട്. ഡൈനിങ് സെക്ഷനിൽ നിന്ന് അടുത്ത് വരുന്ന കിച്ചണാണ്. ഓപ്പൺ കിച്ചണാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഫാൻസി ലൈറ്റൊക്കെ വരുന്നുണ്ട്. കിച്ചണിൽ നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഷെയ്ഡിൻ്റെ മുകളിൽ നമുക്ക് നല്ല രീതിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ കാണുന്നതെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചണിൽ സ്റ്റോറേജിന് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. നമുക്ക് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചണോട് ചേർന്ന് നമുക്കൊരു വർക്ക് ഏരിയയും വരുന്നുണ്ട്. കിച്ചണിലെ ഫ്ലോർ ടൈൽ വന്നിട്ട് നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ഫ്ലോർ ടൈലിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റാണ് വരുന്നത്. ഇവിടെ ഒരു ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. കിച്ചണിലെ ഫിറ്റിംഗ്സ് വന്നിട്ട് നമുക്ക് സെറയാണ്. എല്ലാം ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. വീട്ടിൽ വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന വി ഗാർഡാണ്. സ്വിച്ച് വന്നിട്ട് ആൻജറിൻ്റെ സ്വിച്ചാണ്. ലൈൻ കണക്ഷൻ വന്നിട്ട് നമുക്ക് 3 ഫേസ് ആണ് വരുന്നത്. അകത്തെ ഡോറെല്ലാം നമുക്ക് പ്ലാവാണ്. ഫുൾ പോളിഷ്, ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. കിച്ചണോട് ചേർന്ന് തന്നെ നമുക്ക് ഹൗസ് സൈഡ് ഒരു വർക്ക് ഏരിയയും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വർക്ക് ഏരിയ. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വന്നിട്ട്. വർക്ക് ഏരിയ നമുക്ക് സിങ്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പുകയില്ല ആലു അടുപ്പാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ചെയ്യാനേ ഉള്ളൂ. വീടിൻ്റെ 3 ചുറ്റും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. നമുക്ക് 3 ചുറ്റും നമുക്ക് ടെയിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ഗാർഡൻ വർക്കും അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് 2 പോർഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. നനകല്ല് വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്ന നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്.
ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 14x10 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്, അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്, വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിൽ 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നമുക്ക് ചെറിയൊരു ആർട്ട് വർക്കും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ കബോർഡ് വർക്ക് വന്നിട്ട്. നമുക്ക് 3 പാളിയിൽ ഒരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഷെയ്ഡിൻ്റെ മുകളിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്, അത് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്ത് തിരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഡ്രസ്സിംഗ് റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ വലിയൊരു മിറർ വരുന്നുണ്ട്. ഇതിനോട് ചേർന്നാണ് നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വന്നിട്ട്. ഈ കാണുന്നതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. വാഷ്റൂമിൽ ഫിറ്റിംഗ്സിന് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം സെറയാണ്, ഫുൾ നമുക്ക് സെറയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. വാഷ്റൂമിലെ ഡോർ വന്നിട്ട് അത്യാവശ്യം നല്ല പ്രീമിയം ഡോറാണ് നമ്മുടെ വാഷ്റൂമിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നിന്നും അടുത്തിരുന്ന നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ്. സ്റ്റെയർ കയറുന്നിടത്ത് നമുക്ക് ഇവിടെ ഒരു പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൽ ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്ന ജിയോ പൈപ്പിലാണ്. ഇത് നമ്മുടെ മാറ്റ് ബ്ലാക്ക് ആണ് ചെയ്തിട്ടുള്ളത്. വുഡിന്റെ ഫ്രെയിം വരുന്നുണ്ട്. ഇത് നമുക്ക് പ്ലാവാണ്, ക്ലിയർ പോളിഷും ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറുന്ന സെന്റർ ചെവിൽ നമുക്ക് ചെറിയൊരു ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിന്റെ സീലിംഗിൽ നമുക്ക് പർഹോള വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് സെക്കൻഡ് ഫ്ലോറിലെ ഹാൾ വന്നിട്ട്. അത്യാവശ്യം വലിയൊരു ഹാളാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് ഒക്കെ നമ്മൾ നല്ല കളർഫുള്ളായിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നമുക്ക് വലിയൊരു TV യൂണിറ്റ് വരുന്നുണ്ട്. സെക്കൻഡ് ഫ്ലോറിലെ ഹാളിൻ്റെ സൈസ് വന്നിട്ട് 15x14 സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. വീട്ടിൻ്റെ അകത്തെ ഡോറെല്ലാം നമുക്ക് പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം നമുക്ക് ക്ലിയർ പോളിഷാണ്. ഫുൾ ഡോർ നമുക്ക് അകത്ത് പ്ലാവാണ് വരുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 12x10 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നമുക്കൊരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൽ നമുക്ക് കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് വാഷ്റൂമോട് ചേർന്നൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ കബോർഡ് വർക്ക് വന്നിട്ട് നമുക്ക് 2 പാളിയിൽ വലിയൊരു കബോർഡ് വർക്കാണ് വരുന്നത്. ഷെയ്ഡിൻ്റെ മുകളിൽ നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെയും ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന സെറയാണ്, ഫുൾ നമുക്ക് സെറയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്നത് നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 14x11 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമോട് കൂടിയ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിലും ചെറിയൊരു ആർട്ട് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിലെ കബോർഡ് വർക്ക് വന്നിട്ട് നമ്മുടെ താഴത്തെ സെയിം മെത്തേഡിലാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. 3 പാളിയിലെ കബോർഡ് വർക്ക് ഇവിടെയും വരുന്നുണ്ട്. ഷെയ്ഡിൻ്റെ മുകളിൽ നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട്. ഒരു ഡ്രസ്സിംഗ് റൂം വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇതിനോട് ചേർന്നാണ് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നത്. ഈ വാഷ്റൂമും വലിയൊരു വാഷ്റൂമാണ്. ഇവിടെയും ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന സെറയാണ്. ഇവിടെയും നമുക്ക് ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്തിരുന്ന ബാൽക്കണിയാണ്. ഈ കാണുന്നതാണ് ബാൽക്കണി. ബാൽക്കണിയിൽ 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ്. ഇവിടെ ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഹാൻഡിൽ വർക്ക് ചെയ്യുന്ന ജിയോ പൈപ്പിലാണ് ഹാൻഡിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കോമ്പിനേഷൻ പെയിൻറ്റിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഓപ്പൺ ടെറസിൽ നിന്ന് ടെറസിലോട്ട് വന്ന സ്റ്റെയറാണ് ഈ കാണുന്നത്. ടെറസിൽ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. 1000 ലിറ്ററിൻ്റെ വലിയൊരു ടാങ്കാണ് വരുന്നത്. ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ്. ഈ വീട് നിൽക്കുന്ന 3.5 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. 3 ബെഡ്റൂം വരുന്നുണ്ട്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് നമുക്ക് 2 വലിയ കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർപോർച്ച് ഏരിയ വരുന്നുണ്ട്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്. ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ വീട്ടിൽ CCTVയുടെ പോയിന്റ് ചെയ്യാൻ പറ്റും. സോളാറിൻ്റെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇലക്ട്രിക് കണക്ഷൻ വന്നിട്ട് നമ്മുടെ 3 ഫേസ് ആണ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് തമ്പാനൂർ പോകാൻ 11 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നമുക്ക് എയർപോർട്ട് പോകാൻ 15 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 62 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീട് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. ഈ വീടിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. തിരുവനന്തപുരത്ത് 60 ലക്ഷം രൂപയ്ക്ക് അകത്ത് വീട് നോക്കുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ വേറെയും കുറച്ച് വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുക എന്നുള്ള സമയക്കുറവ് കാരണമാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് ഈ വീടും കാണിക്കാൻ പറ്റും. ബാക്കിയുള്ള വീടെല്ലാം നമുക്ക് കാണിക്കാൻ പറ്റും. അടുത്തെന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റ് കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ.